സ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ.
1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം. നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. ജീവവചന ധ്യാന ചിന്തയുടെ കേൾവിക്കാരെ അനുഗ്രഹീതമായ നല്ല സമയം ഈ വചന കേൾവിയിലേക്ക് സ്വാഗതം ചെയ്യും. കൂടപ്പിറപ്പുകളെ, അല്പനാളുകളിൽ മാത്രമാണ് ഒരു മനുഷ്യന്റെ ഇഹലോകത്തിലെ ജീവിതം. മനുഷ്യന്റെ സമയക്കണക്കോ വർഷക്കണക്കോ ഒന്നുമല്ല ദൈവത്തിൻ്റെ സമയ ഘടികാരത്തിലുള്ളത്. മനുഷ്യന്റെ 1000 ദിവസം ദൈവത്തിന് ഒരു ദിവസം എന്നതുപോലെ മാത്രം. ആ കണക്ക് നോക്കിയാൽ മനുഷ്യന്റെ ഈ ലോകത്തിലുള്ള ജീവിതം വളരെ ഹ്രസ്വമാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനു മാത്രമുള്ള, ചില വർഷങ്ങൾ മാത്രമുള്ള ഇഹലോക ജീവിതം വേഗം കഴിഞ്ഞു പോകും. അതുകൊണ്ട് വിളിക്കപ്പെട്ട ദൈവമക്കൾ അവരുടെ ചുരുങ്ങിയ ജീവിതകാലം ഹ്രസ്വമായതാണ് എന്ന് തിരിച്ചറിവിൽ തന്നെ ജീവിച്ചുകൊണ്ട് അവരുടെ ദിവസങ്ങൾ ദൈവഹിതപ്രകാരം ചിലവഴിച്ചുകൊണ്ട് അവരുടെ പ്രവൃത്തി കൊണ്ടും നടപ്പുകൊണ്ടും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിക്കണം എന്നത് പൗലോസ് അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുകയാണ് ഈ വാക്യത്തിൽ കൂടെ. അല്പകാലത്തിനുള്ളിൽ തന്നെ നാം എല്ലാവരും പ്രിയരെ ഈ ലോകം വിട്ട് യേശുവിനോട് കൂടെയുള്ള അക്ഷരിക വാസത്തിനായി നിത്യതയിലേക്ക് പോകാനുള്ളവരാണ്. ആകയാൽ ഇവിടെ യേശുവിനോടുകൂടെ ആത്മീയവാസം സാധ്യമാകുന്നവർക്ക് മാത്രമേ നിത്യതയിൽ യേശുവിനോടുകൂടെ ഒരു അക്ഷരിക വാസം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നാം ഇവിടെ ചിന്താകുലങ്ങൾ ഭരിക്കാത്തവരായി കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കേണ്ടതിന് വേണ്ടി ചിന്തിക്കുന്നവരാകണം. അപ്പോസ്തലൻ പൗലോസ് ആഗ്രഹിക്കുന്നത് തന്റെ വിശ്വാസികൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണമെന്നുള്ളതാണ്. ഈ ലോകത്തിന്റെ ആകുല ചിന്തകളാലും ആധികളാലും നിങ്ങൾ വലയുന്നത് എന്തിനാണ് എന്ന ഒരു ചോദ്യം കൂടി ഈ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നാം തിരിച്ചറിയുകയും അത് നമ്മോടുള്ള ഇന്നിന്റെ ചോദ്യമാണ് എന്നുള്ളതിനാൽ പ്രിയരെ നാം അത് ഉൾക്കൊള്ളേണ്ടതുമാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഈ വിഷയത്തിന് പ്രാധാന്യം കൊടുത്ത് പഠിപ്പിച്ചതും ഉപദേശിച്ചതും അപ്പോസ്തലൻ ഒന്നുകൂടി എടുത്തുദ്ധരിക്കുകയാണ് ചെയ്തതെന്ന് വ്യക്തമാണ്. കർത്താവ് പഠിപ്പിച്ചത്, നിങ്ങൾ ചിന്താകുലമുള്ളവരായി തീരരുത്, ജാതികളെപ്പോലെ നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾക്ക് ഒരു ഉടയവനുണ്ട്, അവൻ നിങ്ങളെക്കുറിച്ച് കരുതലുള്ളവനാണ്, നിങ്ങൾ പ്രത്യാശയുള്ളവനാകണം എന്നൊക്കെയാണ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് ശക്തമായി പഠിപ്പിച്ച ഭാഗങ്ങളാണത്. പിന്നെ നാം എന്തിനെക്കുറിച്ച് ചിന്തിക്കണം എന്നും അവിടെ ഉപദേശിക്കുന്നുണ്ട്. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ എന്ന് കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഓർപ്പിക്കുന്നു. കർത്താവിനുള്ളത് കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് ചിന്തിപ്പീൻ. ജഡത്തിന്റെ ചിന്ത വിട്ട് ആത്മാവിന്റെ ചിന്തയുള്ള ഉത്തരവാദിത്വമുള്ള വിശ്വാസികളായി ജീവിപ്പീൻ എന്നതാണ് വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവപൈതലിനുള്ള ആത്മീയമായ ഉപദേശം. ഇവിടെ പൗലോസ് വിവാഹം കഴിക്കാത്തവൻ എന്ത് ചിന്തിക്കണം എന്നെടുത്തു പറയുന്നു. വിവാഹം കഴിഞ്ഞവരും വിവാഹം കഴിക്കാത്തവരും അവർ നിത്യതയിലുള്ള വാസം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി അതിനെക്കുറിച്ച് ചിന്തയുള്ളവരാകട്ടെ. ജഡികോല്ലാസങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് ഈ ലോകത്തിൽ നശിക്കുന്ന ജാതികളുടെ കൂട്ടത്തിലായി പോകാതെ സൂക്ഷിക്കട്ടെ എന്നാണ് അവിടെ മുന്നറിയിപ്പായി നൽകുന്നത്. സ്വർഗത്തിൽ നാം വിവാഹം കഴിക്കുകയില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു. മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിലാണ് വാക്യം കിടക്കുന്നത്. പ്രിയരെ, ഇത് കർത്താവ് പരീശന്മാരുടെ ചോദ്യത്തിന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടിയാണ്. ഇവിടെ വിവാഹം കഴിയാതെ ജീവിക്കുന്നവരുടെ ലക്ഷ്യം എങ്ങനെയും കർത്താവിനെ
എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ നടപ്പിലൂടെ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ, എൻ്റെ ആരാധനയിലൂടെ, എൻ്റെ ഇടപെടലുകളിലൂടെ പ്രസാദിപ്പിക്കണം എന്നതായിരിക്കണം. വിവാഹം കഴിഞ്ഞവർ തങ്ങൾക്കിഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിച്ച് നശിച്ചു പോകാതെ, നശിക്കുന്നവരുടെ കൂട്ടത്തിലായി പോകാതെ, ഭാര്യ എങ്ങനെയും എൻ്റെ ഭർത്താവിനെ പ്രസാദിപ്പിക്കണം എന്നതിന് പ്രാധാന്യം കൊടുത്ത് നടക്കാതെ, ഭർത്താവ് എനിക്ക് എൻ്റെ ഭാര്യയെ എങ്ങനെയൊക്കെ പ്രസാദിപ്പിക്കാം എന്നതിന് മാത്രം പ്രാധാന്യം കൊടുത്ത് നടക്കാതെ, അന്യോന്യം സ്നേഹിച്ചും കീഴടങ്ങിയും ബഹുമാനിച്ചും കുടുംബമായി ആത്മീയ ജീവിതം നയിച്ച്, ആത്മീയ ആരാധന അർപ്പിച്ച്, അവരവരുടെ കടമകളും കടപ്പാടുകളും നിർവഹിച്ച്, കർത്താവ് ഏൽപ്പിച്ച ആത്മീയ നിയോഗങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ച്, രണ്ടുപേരും കൂടി എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കാം, ഇനിയും ഞങ്ങൾ ഏത് കൽപ്പനയാണ് നാം അനുസരിക്കാനുള്ളത് എന്നൊക്കെ ചിന്തിച്ച്, അത് കണ്ടുപിടിച്ച് പഠിച്ച്, കർത്താവിന് പ്രസാദകരമായ കുടുംബജീവിതം നയിച്ച്, മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിച്ച്, കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി, കർത്താവിനരികിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവന്ന്, അതിൽ കൂടി കർത്താവിന് പ്രസാദകരമായ ജീവിതം നയിക്കാൻ കഴിയും എന്ന് തിരിച്ചറിവുള്ളവരായി തീരണം. ഇതാണ് ആ വചനത്തിൻ്റെ ആഴം നമ്മളെ പഠിപ്പിക്കുന്ന സത്യം. കുടുംബജീവിതത്തിൽ കൂടുതൽ സമയം ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും നാം സമയം കണ്ടെത്തുവാൻ ഇടയായി തീരണം, അല്ലെങ്കിൽ അതിനുവേണ്ടി നാം സമയം ചിലവഴിക്കണം. വിവാഹം കഴിഞ്ഞവരായാലും കഴിയാത്തവരായാലും പ്രിയരെ, ഈ ലോകത്തിൽ അവർ കർത്താവിനോടുള്ള കടമ നിറവേറ്റുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. വിവാഹം കഴിക്കാത്തവർ കർത്താവിനോടുള്ള കടമയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞവർ തങ്ങളുടെ പങ്കാളികളോടും കർത്താവിനോടുമുള്ള കടമകളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇത് പാപമല്ല. വിവാഹിതരായ ദൈവമക്കൾക്ക് ദൈവം അവർ അന്യോന്യവും തങ്ങളുടെ മക്കളോടുമുള്ള ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്. അത് നിറവേറ്റുന്നത് ദൈവത്തിന് പ്രസാദകരമാണ്. അത് കർത്താവിന് വേണ്ടി എന്നവണ്ണം വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും നിറവേറ്റുന്നതിൽ കൂടി അവർക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കുവാനാകും. അവരുടെ ജീവിതചര്യകൾ കർത്താവിനോടുള്ള അചഞ്ചലമായ ഭക്തിയിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായിരിക്കണം. കൂടപ്പിറപ്പുകളെ, ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ കുടുങ്ങി നാം ചിന്താകുലമുള്ളവരായി പോകരുത്. നമ്മുടെ ചിന്ത എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഉത്തരവാദിയായ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയും എന്നതാകണം. നാം ഇനിയും കർത്താവിനെ പ്രസാദിപ്പിക്കുവാനുള്ള ഏതെല്ലാം വചനം, ഏതെല്ലാം കൽപ്പനകൾ, എന്തെല്ലാം ഉപദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിപ്പി. ജീവിതകാലം ചുരുക്കമാണെന്നറിഞ്ഞ് എങ്ങനെയും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ചിന്താകുലമില്ലാത്തവരായി ജീവിക്കാൻ കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ചിന്തിച്ച് ആ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, കടപ്പാടുകൾ എല്ലാം ചെയ്തൊരു മാതൃകാജീവൻ നയിച്ചു ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇന്ന് പകലിലും തുടർന്നുള്ള നാളുകളിലും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കർത്താവ് ഇത് ചെയ്യുന്ന വൻകൃപകൾക്കായി സ്തോത്രം. ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും സൗഖ്യങ്ങളും അർഹതപ്പെട്ടവരുടെ മേൽ, ആഗ്രഹിക്കുന്നവരുടെ മേൽ, പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, ചോദിക്കുന്നവരുടെ മേൽ സർവശക്തനെ കൊടുത്തു മാനിക്കണം. പ്രാർത്ഥന കേട്ട വൻകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.